നമസ്കാരം. ഒരു ലൈവ് വരാൻ തോന്നിയതാണ് ശരിക്കും. കാരണം ഒരുപാട് പേര് എൻ്റെ പോസ്റ്റുകളെ പ്രതികരിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ലൈവ് വന്നത്. സത്യത്തിൽ ഇന്നും ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഒരിക്കലും ഞാൻ ഒരു താരങ്ങളെ അല്ലെങ്കിൽ ഒരു 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 സെലിബ്രിറ്റികളെ അവഹേളിക്കണമെന്ന് കരുതി ഒരു പോസ്റ്റ് ഞാൻ ഇട്ടതല്ല. അത് എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറേ കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിച്ചു, അത്രയേ ഉള്ളൂ. എൻ്റെ വോള് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പലരും പറയാണ്ട് മോഹൻലാൽ സാറിൻ്റെ കാല് തൊട്ട് വണങ്ങി, അതുകൊണ്ട് ഒരു ഒരു വ്യക്തിയുടെ കാല് തൊട്ട് വണങ്ങുന്നത് തെറ്റല്ല എന്ന് പലരും എന്നോട് പറഞ്ഞു. പക്ഷേ അതൊന്നും എനിക്കറിയില്ല. കാരണം എൻ്റെ അച്ഛനമ്മയും പഠിപ്പിച്ചതൊക്കെ നമ്മളെക്കാട്ട് ഒരുപാട് ഉയരത്തിലുള്ള ഒരാൾ, നമ്മളെവിടെയെങ്കിലും അവിടെ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആരാധിക്കുന്ന ഒരു മേഖലയുള്ള ഒരാളുടെ കാല് തൊട്ട് വണങ്ങുന്നത് അത് ഗുരുത്വമാണെന്ന് പറയുന്നു. ഗുരുത്വം എന്നൊരു വാക്ക് ശരിയാണോന്നറിയില്ല. അത് ഞാൻ പഠിച്ച സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത്, ഒരു വലിയൊരു വ്യക്തിയുടെ കാല് തൊട്ട് വണങ്ങുന്നത്. അന്ന് ഞാനത് പോസ്റ്റ് ചെയ്തിരുന്നത് എനിക്ക് തൊടാൻ പറ്റാത്ത ഒരു വടവൃക്ഷത്തിൻ്റെ നെറുകയിൽ തൊടാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ഒരു വേരിൻ്റെ ഉറപ്പ് മാത്രം പരിശോധിച്ചു എന്നാണ്. മമ്മൂട്ടി സാറിനെ കുറിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മമ്മൂട്ടി സാറിനെ അവഹേളിച്ചല്ല, കാരണം അദ്ദേഹമാണ് എനിക്കൊരു സിനിമ അവസരം തന്നതുപോലും. അദ്ദേഹത്തെ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ ലോഹിത് സാറിനോട് പറഞ്ഞിട്ടുള്ളത് മമ്മൂട്ടി സാറിൻ്റെ സിനിമകൾ കാണണം, അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാറുണ്ട്. അത് കാണണമെന്ന് പറഞ്ഞത് വെറുതെ അല്ല, വിഷ്വൽ ഓഫ് ചെയ്തിട്ട് കാണണം. കാരണം ശബ്ദത്തിൻ്റെ ആദ്യ വിഷ്വലിനെക്കാട്ടി കൂടുതൽ ശബ്ദമാണ് ഒരു നടന് വേണ്ടത്. അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണണമെന്ന് പറയുന്നു. സത്യത്തിൽ ഒരു കാര്യം, ഇപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുറേ പോസ്റ്റുകൾക്ക് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് മൈ ലൈഫ് പാർട്ട്ണർ ഒരു പരാജയമാണ്, അതിൻ്റെ അസൂയയാണ് പലരെയും ഞാൻ കളിയാക്കുന്നതെന്ന് പറയുന്നു. സത്യത്തിൽ അതിനൊരു മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുന്നു. സോഷ്യൽ നെറ്റ്വർക്കുകളുടെ ഇന്നത്തെ സ്വാതന്ത്ര്യവും അതിൻ്റെ സത്യം എനിക്കറിയില്ല. കാരണം അതെനിക്കറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം പിന്മാറുകയാണ്. ജന്മം എന്ന് പറയുന്ന ഒന്നല്ലേ ഉള്ളൂ. എൻ്റെ കാഴ്ചകൾ എന്ന് പറയുന്ന എൻ്റെ കണ്ണിൻ്റെ തോന്നലുകളാണ്. എൻ്റെ ചിന്തകൾ എന്ന് പറയുന്ന എൻ്റെ തലച്ചോറിൻ്റെ ചില പ്രവർത്തനങ്ങൾ മാത്രമാണ്. അത് ഓരോ ജന്മങ്ങളിൽ പ്രകൃതിയെ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണത്. മൈ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരിക്കലും ഒരു സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു സിനിമ എടുത്തിട്ട് സംവിധായകൻ്റെ തൊപ്പി അണിഞ്ഞിട്ട് ഒരുപാട് പേരുടെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കാനോ, അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഞാൻ സംവിധായകനെന്ന് പറയാനുള്ള എൻ്റെ ശ്രമമല്ലായിരുന്നു. അല്ലെങ്കിൽ നിവേദത്തിലെ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ട് ഞാനൊരു മോശമായ ഒരു വ്യക്തിയുമല്ലായിരുന്നു. നിവേദത്തിലെ വില്ലനും മൈ ലൈഫ് പാർട്ട്ണറിലെ സംവിധായകനും, അല്ലെങ്കിൽ ഈ അഭിപ്രായം പറയുന്ന ഞാനും ഒന്നും ഞാൻ മനഃപൂർവ്വമായി അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കിട്ടുന്ന ഇമേജിന് വേണ്ടി സൃഷ്ടിച്ച ഒരു വ്യക്തിത്വമല്ല. ഒരു പാസ്റ്റിനെ കുറിച്ച് ഞാൻ മറക്കുന്നു. മൈ ലൈഫ് പാർട്ട്ണറിലേക്ക് എത്തിയ ഒരു കാര്യം പറയാം. ഞാൻ എപ്പോഴും ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. ഒരു സംവിധായകനാകാൻ ആഗ്രഹിച്ചു എന്നുള്ള സത്യമാണ്. സംവിധാനമാണോന്നറിയില്ല. എനിക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ എൻ്റെ ഒരു പ്രസൻസ് ഇല്ലാതെ എനിക്ക് എന്നെ പറയാനുള്ളൊരു മാധ്യമത്തെ തേടി നടത്തുന്നതിൻ്റെ ഫലമാണ് സിനിമ. ഇപ്പോൾ ഒരു സംവിധാനം എന്ന് പറയുന്ന ഒരു പക്ഷേ എൻ്റെ ഒരുപാട് കാലത്തിന് ശേഷം, ബാല്യത്തിൽ നിന്നും കൗമാരത്തിൽ നിന്നും യൗവനത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറിയതിന് ശേഷമാണ് ഇത് ഞാൻ അറിഞ്ഞത്. സംവിധാനം നല്ല സംഭവമാണ്, എഴുത്ത് നല്ല സംഭവമാണെന്നൊക്കെ. അതിനകത്തൊക്കെ എക്സ്പേർട്ടൊന്നുമല്ല ഞാനെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിരുന്നു. കുറേ കാര്യങ്ങൾ വിട്ടിട്ട് ഒരു ചെറിയൊരു കാര്യത്തിന് ശേഷം പറയണം. മൈ ലൈഫ് പാർട്ട്ണർ എടുക്കാനുള്ള കാരണം, ഞാനൊരു ഗേ അല്ലായിരുന്നു. പക്ഷേ സ്വവർഗപ്രണയം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരുപാട് പേർക്കറിയാം, അതുപോലെ എനിക്കറിയാം. അപ്പോൾ ആദ്യ സിനിമ ഒരു വ്യത്യസ്തമാണെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വവർഗപ്രണയം എന്നൊരു സിനിമ ഞാൻ എടുത്തിരുന്നു. ആ സിനിമ എടുത്തിട്ട് പ്രൊഡ്യൂസർ റെജുവാൻ കപ്പപ്പറമ്പിൽ, അയാൾ എന്നും നല്ല മനുഷ്യനാണ്. അദ്ദേഹമാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് ആ സിനിമയ്ക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ സിനിമ എടുത്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത ആ ഒരു ഓമനക്കുട്ടൻ, അഡ്വഞ്ചർ ഓഫ് ഓമനക്കുട്ടൻ്റെ ഡയറക്ടറെ പോലെ ഞാനും കരുതിയിരുന്നു എൻ്റെ സിനിമ എന്തോ വലിയ സംഭവമാകുമെന്ന്. കാരണം ആ സിനിമയിൽ സത്യസന്ധമായൊരു അപ്രോച്ച് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഒരു സിനിമയിലുള്ള ഭയങ്കരമായൊരു ക്രൈസ് ആ സിനിമയുടെ ഒരു മേക്കിങ്ങിലുണ്ടായിരുന്നു. അത് പ്രേക്ഷകർ എത്രമാത്രം സിനിമയെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു ചിന്തയല്ലായിരുന്നു എനിക്ക്. ആ സിനിമ എടുക്കണം, എപ്പോഴും ഞാൻ ലോക സിനിമയുടെ ഒരു പാറ്റേൺ സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സിനിമ എടുത്തു. പ്രൊഡ്യൂസർ പ്രോത്സാഹിപ്പിച്ചു. ഒരുപാട് സമ്മർദ്ദങ്ങളായിരുന്നു. ആ സിനിമ തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, കാരണം ലിറ്ററലി അദ്ദേഹം എൻ്റെ ഗുരുവായിരുന്നു. ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന അന്ന് മുതൽ അദ്ദേഹം എനിക്കൊരു വലിയ പ്രശ്നമായിരുന്നു. അദ്ദേഹം ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ച് പറഞ്ഞു, ഈ സിനിമ നിങ്ങൾ എടുക്കരുത്, പത്മകുമാർ എന്ന വ്യക്തിക്ക് ഒന്നും അറിയില്ല, അയാൾ നില്ലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസം ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ നിങ്ങൾ കണ്ട ലൈഫ് പാർട്ട്ണർ അല്ലായിരുന്നു, അതിനപ്പുറത്തേക്കൊരു സിനിമയായിരുന്നു.
ആൾ രാവിലെ എന്നോട് വിളിച്ചു പറഞ്ഞു, പ്രൊഡ്യൂസർ പറഞ്ഞു സിനിമ ഷൂട്ട് ചെയ്ത് നിർത്താൻ പോവുകയാണ്, നിങ്ങൾക്ക് സിനിമ അറിയില്ല എന്ന് പറഞ്ഞു. അയാളുടെ കാലി ഞാൻ പിടിച്ചിട്ടുണ്ട്, സാർ ഈ സിനിമയൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് വെച്ചു. അപ്പം അങ്ങനെ ഓരോ ദിവസങ്ങളും ഇപ്പോൾ 19 ദിവസം ഷൂട്ടിങ്ങിൽ ഓരോ ദിവസങ്ങളും ഞാൻ അനുഭവിച്ച സമ്മർദ്ദമുണ്ടല്ലോ, അത് ലോകത്ത് ഒരാളും അനുഭവിച്ചു കാണില്ല. കാരണം എൻ്റെ ഗുരു തന്നെ പറഞ്ഞു ആ സിനിമ നിർത്താൻ പറഞ്ഞു. അങ്ങനെ ആ സിനിമ ഒരു വിധത്തിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. എനിക്ക് ആ പ്രൊഡ്യൂസറോട് നന്ദി തന്നെയുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഈ സിനിമ പറഞ്ഞ വിഷയം സ്വർഗ്ഗപ്രണയമാണല്ലോ, അത് മലയാളിക്ക് അറിയില്ലല്ലോ. അങ്ങനെ സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടി ഞാൻ ഒരുപാട് പേരുടെ കാല് പിടിച്ചിട്ട് ആ സിനിമ തിയേറ്ററിലെത്തി. തിയേറ്ററിൽ നിന്ന് തലേ ദിവസം നിങ്ങൾക്കറിയുമോ, തലേ ദിവസം 40 തിയേറ്ററായിരുന്നു നമുക്ക് അനുവദിച്ചു തന്നത്. 40 തിയേറ്ററിൻ്റെ നാളെ റിലീസ് ചെയ്യുകയാണ്. അപ്പം ഏതൊരു സംവിധായകൻ്റെ മനസ്സിൽ സ്വപ്നമുണ്ടല്ലോ, അതുപോലെ തന്നെ ഞാനും ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് ചാനലുകളിൽ കയറി ഇറങ്ങാൻ തയ്യാറായി. കാരണം നമ്മുടെ സിനിമ പ്രൊമോട്ട് ചെയ്യുമല്ലേ. തലേദിവസം തിയേറ്ററിൻ്റെ ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ പടം റിലീസ് ചെയ്യില്ല, കാരണം സ്വർഗ്ഗപ്രണയം മലയാളി കാണില്ല. മലയാളി കാണണമെങ്കിൽ അതിനകത്ത് പൃഥ്വിരാജോ അല്ലെങ്കിൽ ജയസൂര്യയൊക്കെ അഭിനയിക്കണമെന്ന്. നമുക്ക് പറ്റില്ലല്ലോ ഒന്നും. അങ്ങനെ ആ പടം ആകെ 4 തിയേറ്ററിലാണ് റിലീസ് ചെയ്തത്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അന്ന് അവസാനിച്ചു പോയത്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ രസം, അതിനുശേഷം ഞാൻ മലയാളത്തിലെ പ്രമുഖരായ പല നടന്മാരെയും സംവിധായകരെയും വിളിച്ചു. മമ്മൂട്ടി സാറിനെ വിളിച്ചു ഞാൻ, അങ്ങ് ഈ സിനിമയെ അങ്ങേ കണ്ടിട്ട് പോസ്റ്റ് ഒന്ന് ചെയ്യും, നല്ലതാണെങ്കിൽ മാത്രം അങ്ങയുടെ പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു. അദ്ദേഹം തിരക്കുകൊണ്ട് തന്നെ ഒഴിവാക്കി. പൃഥ്വിരാജിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങ് ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമ കണ്ടിട്ട് നല്ലതാണെങ്കിൽ മാത്രം ഒന്ന് പോസ്റ്റ് ചെയ്യുക, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി, മുഴുനീള ഒരു എൻ്റർടൈനർ ആണോ എന്ന് എനിക്കറിയില്ലെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് തിരക്കോട് പറ്റിയില്ല. ലാൽ സാറിനെ വിളിച്ചു, പക്ഷേ എന്തുകൊണ്ടോ കിട്ടിയില്ല. കാരണം ഞാൻ ആരുമല്ലല്ലോ. അങ്ങനെയാണ് സിനിമ തിയേറ്ററിൽ രണ്ടാമത് റിലീസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ ആരും സഹായിച്ചില്ല. അന്ന് നിങ്ങൾ ഈ പറയുന്ന എന്നെ കുറ്റം പറഞ്ഞ ഒരാൾക്കാർ പോലും എൻ്റെ ഒരു പോസ്റ്റ് കണ്ടില്ല. ഒരു ചാനലിൽ ചെന്നിരുന്നു, കാരണം അവരുടെ ചോദ്യത്തിന് മുമ്പ് ഞാൻ വിതുമ്പിപ്പോയിരുന്നു. കാരണം അതൊക്കെ ആർക്കും മനസ്സിലാവില്ല. പിന്നീടാണ് ആ അവാർഡ് വന്നതും ഒക്കെ അതിനുശേഷമാണ്. ഒരാളെയും വേദനിപ്പിക്കാണ്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. കാരണം ഞാൻ സഞ്ചരിക്കുന്ന വഴി വേറെ തന്നെയാണ്, ഡിഫറൻ്റ് തന്നെയാണ്. ആരെ വേദനിപ്പിക്കാൻ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ പറയും. പിന്നീട് അതിന് ശേഷം ഞാൻ രൂപാന്തരം എടുത്തിരുന്നു. രൂപാന്തരമൊക്കെ ഒരു വ്യത്യസ്തമായ സിനിമ തന്നെയായിരുന്നു. പിന്നീട് ഒരു യാത്രയിലാണ് ഞാനിപ്പോൾ. കുറേ നല്ല സിനിമകൾക്കായി കുറേ പ്രൊഡ്യൂസേഴ്സിനെ സമീപിച്ചു. ഇപ്പോൾ എൻ്റെ പുതിയ സിനിമയുമായിട്ട് ഞാനൊരു വലിയൊരു നടനെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളെപ്പോലുള്ള ഒരാടെ ഇങ്ങനെയുള്ള സിനിമകളിൽ എനിക്ക് താല്പര്യമില്ല, കാരണം എനിക്ക് 100 ദിവസം തിയേറ്ററിൽ ഓടുന്ന സിനിമ വേണം. അദ്ദേഹത്തിന് പറയാനുള്ള കോടികളുടെ കണക്കുകളാണ്. സത്യത്തിൽ അതിൻ്റെയൊക്കെ വേദനയൊക്കെ ആയിരിക്കാം, കുറേ പേര് പറഞ്ഞ പോലെ കുറേ അസൂയയൊക്കെ ആയിരിക്കാം ഞാൻ ഈ പറയുന്ന പ്രതികരണമൊക്കെ. ഈ അസൂയ നിലനിർത്തി എൻ്റെ മനസ്സിനെ തൽക്കാലം ഞാനൊന്ന് മാറ്റി നിർത്തുകയാണ്. നിങ്ങളുടെ ഈ മനസ്സിലേക്ക് എത്തുന്ന ഒരു സമയത്ത് ഞാൻ വരാമെന്നുണ്ടെങ്കിൽ വീണ്ടും സോഷ്യൽ നെറ്റ്വർക്കിലേക്ക് വരാം. തൽക്കാലം ഞാൻ വിടവാങ്ങുകയാണ്. തിരിച്ചു വരുമെന്നുള്ള ഒരു വലിയ ഉറച്ച വിശ്വാസത്തോടെ. മലയാളത്തിൻ്റെ ഈ ഒരു ചെറിയൊരു ക്യാൻവാസിൽ എനിക്ക് ഇനിയും നിൽക്കാൻ താല്പര്യമില്ല. കാരണം എൻ്റെ പലപ്പോഴും ഈ കമൻസ് വരുമ്പോൾ പോലും ഒരു സുഹൃത്തുക്കൾക്ക് പോലും എൻ്റെ മനസ്സ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ ജീവിതമെന്ന് മനസ്സിലാക്കാമെന്നോ എൻ്റെ അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളും താല്പര്യപ്പെടാറില്ല. തൽക്കാലം ഞാൻ ഈ ഫേസ്ബുക്കിൻ്റെ ഈ ഒരു സാധ്യതകളിൽ നിന്ന് മാറി നിൽക്കുകയാണ്. സ്വകാര്യമായി എൻ്റെ മുറിയും ഒരിക്കലും സാമ്പത്തികമായി ഉന്നമനത്തിന് ശ്രമിച്ചിട്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, റെജിമോൻ കപ്പപ്പറമ്പിൽ. ഇപ്പോൾ അദ്ദേഹം പുതിയ സിനിമ എടുക്കുകയാണ്. വളരെ നല്ല മനുഷ്യനാണ്, ശരത്ചന്ദ്രൻ നായർ. അദ്ദേഹം രൂപാന്തരത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. അല്ലെങ്കിൽ എൻ്റെ കൂടെ അഭിനയിച്ച പലരും, സുദേവ് നായർ ഇപ്പം എസ്ഐയിലൊക്കെ അഭിനയിച്ച അദ്ദേഹത്തോടൊക്കെ ചോദിച്ചാൽ മതി. ഒരു ഗ്ലാമറും സിനിമ കിട്ടുന്ന ഒരു റെക്കഗ്നേഷൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എപ്പോഴും എൻ്റെ വീടിൻ്റെ മുറികളിലും എൻ്റെ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലും അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൻ്റെ താളുകളിലും ഒക്കെ ഞാൻ ഒതുങ്ങിക്കൂടെ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരു നടനും ഒരാളും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. കുറേ സീരിയലുകളിൽ ഞാൻ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ വില്ലനേഴ്സൊക്കെ ഒരു എക്സിസ്റ്റൻസ് ആയിരുന്നു. എൻ്റെ വീടിൻ്റെ അടുപ്പ് പുകയാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു. കഥാപാത്രങ്ങളെ പിൻവാങ്ങി പല സീരിയൽ സംവിധായകർക്കും പല പ്രൊഡ്യൂസേഴ്സും എന്നെ വെറുപ്പാണ്. കാരണം ഞാൻ പിന്മാറിയിട്ടുണ്ട്. കാരണം ഒരു വീടിൻ്റെ സ്വീകരണ മുറിയിലേക്ക് വരുന്ന ഒരു കഥാപാത്രം ആ വീടിൻ്റെ മാനസികാവസ്ഥയെ മുഴുവൻ ചോദ്യം ചെയ്യുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ സീരിയലുകളിൽ ഞാൻ പിന്മാറി. സീരിയലുകൾ നല്ലതാണ്, കാരണം സീരിയലിൻ്റെ ഒരു ക്രൂ ബോയ് പോലും എൻ്റെ സുഹൃത്തുക്കളാണ്.
അവരുടെ മാർഗത്തെ ഞാൻ ബ്ലോക്ക് ചെയ്തല്ല പറയുന്നത്. ഇത് സത്യസന്ധമായ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ സീരിയലിൽ ഞാൻ വിട്ടുമാറി. അതുകൊണ്ട് തന്നെ തടഞ്ഞു പോയത് എൻ്റെ ഉപജീവന മാർഗ്ഗമാണ്. പുതിയൊരു സിനിമയിലാണ് ഞാനിപ്പോൾ. എൻ്റെ ചിന്തയിലുള്ള വ്യത്യസ്തമായ ലോകം അറിയണമെന്ന് ചിന്തിക്കുന്ന ഒരു സിനിമ. താരങ്ങളൊന്നും എൻ്റെ മുമ്പിൽ വരാൻ തയ്യാറല്ല. എങ്കിലും ആ വിശ്വാസം, മരണമെന്നൊരു സത്യത്തിന് മുമ്പിൽ എനിക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം, അത് മാത്രമാണ് എൻ്റെ യാത്ര. ഇനിയും കല്ലെറിയാൻ എൻ്റെ ഒരു പോസ്റ്റും ഉടനെ ഉണ്ടാവില്ല. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.